ഒരു കുട്ടിയുടെ ജനനം മുതൽ മരണം വരെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും മാതാപിതാക്കളും കുട്ടികളും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അതിനു മുമ്പായിട്ട് പ്രകൃതിയിലെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഈ വർഷം ഈ മെയ് മാസം തന്നെ നമ്മൾ അതികഠിനമായ ചൂട് പ്രതീക്ഷിച്ചിരുന്ന ഒരു മാസമാണ്. അതിന് മുമ്പത്തെ മാസങ്ങളിലും ഉണ്ടായിരുന്നു ചൂട്, എങ്കിലും മെയ് മാസം കുറച്ചുകൂടെ ചൂട് കടുക്കുമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ സംഭവിച്ചത് തിരിച്ചാണ്. കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുകയും അത് ചുഴലിക്കാറ്റായിട്ട് മാറുകയും പല സ്ഥലങ്ങളിലും അത് നാശം വിതയ്ക്കുകയും ചെയ്തു. പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ കുറേ പേർക്കൊക്കെ നല്ല മഴ ലഭിക്കുകയും വറ്റി വരളാറായ കിണറൊക്കെ ജലസമൃദ്ധമാകുകയൊക്കെ ചെയ്തു. പ്രകൃതി ശക്തികളെയൊന്നും തടയാൻ നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ അതിനുശേഷം ഉണ്ടാകുന്ന സംഭവങ്ങളെയൊക്കെ തരണം ചെയ്യാൻ നമുക്ക് കഴിയും. അത് മനുഷ്യൻ്റെ ഒരു കഴിവാണ്. ഇപ്പോൾ ജപ്പാൻ തന്നെ എടുക്കാം. ജപ്പാൻ എന്നുള്ള രാജ്യത്ത് നിരന്തരമായിട്ട് ഭൂചലനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അതിനെ അതിജീവിക്കാനുള്ള കെട്ടിടങ്ങളാണ് അവിടെ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമുക്കും ഓരോ കാര്യങ്ങൾ ചെയ്യാം. ഇത് പറഞ്ഞതുപോലെയാണ് കുട്ടികളുടെ കാര്യങ്ങളും. കുട്ടികളെ ഓരോ മാതാപിതാക്കളും ഒരുപാട് കെയർ ചെയ്ത് വളർത്തുന്നവരുണ്ട്, എന്നാൽ കെയർലെസ് ആയിട്ട് വളർത്തുന്നവരുണ്ട്. പക്ഷേ അവർ വലുതാവുമ്പോൾ എന്തായി തീരും എന്ന് പലർക്കും പറയാൻ പറ്റില്ല. കാരണം ആ രീതിയിലാണ് നമ്മുടെ സമൂഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മാതാപിതാക്കളുടെ കടമകൾ അവർ നിറവേറ്റുക. കാരണം ഓരോ കുട്ടിയുടെയും ഓരോ ജീവിതാവസ്ഥയിലും അവർ നടക്കേണ്ട വഴികളും അവർ പറയേണ്ട വാക്കുകളും അവർ ചെയ്യേണ്ട പ്രവൃത്തികളും എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. അത് പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ചിലർ കഥകളിലൂടെ പറഞ്ഞു കൊടുക്കും, ചിലർ ഉപദേശിക്കും, ചിലർ തല്ലി പറഞ്ഞു കൊടുക്കും. അങ്ങനെ പല രീതിയിലാണ് അത് നടക്കുന്നത്. BC 2-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ രചിച്ച പ്രഭാഷകൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കുട്ടികളെ എങ്ങനെ വളർത്താം എന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. തൻ്റെ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അവരെ അടിക്കുന്നു. വളർന്നു വരുമ്പോൾ അവർ പിതാവിനെ സന്തോഷിപ്പിക്കും. മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവന് അവൻ മൂലം നന്മയുണ്ടാകും. സ്നേഹിതരുടെ മുൻപിൽ അവനെക്കുറിച്ച് അഭിമാനിക്കുകയും ചെയ്യും. മകനെ പഠിപ്പിക്കുന്നവൻ ശത്രുക്കളെ അസൂയാലുക്കളാക്കുന്നു. സ്നേഹിതരുടെ മുൻപിൽ അവന് അഭിമാനിക്കാം. ആ പിതാവ് മരിച്ചാലും മരിക്കുന്നില്ല. തന്നെപ്പോലെ ഒരുവനെ അവൻ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ അവൻ മകനെ കണ്ട് സന്തോഷിക്കും. മകനെ വഷളാക്കുന്നവന് മുറിവ് വച്ച് കെട്ടേണ്ടി വരും. അവൻ്റെ ഓരോ നിലവിളിയും പിതാവിനെ വേദനിപ്പിക്കും. മെരുക്കാത്ത കുതിര ദുശാഠ്യം കാണിക്കുന്നത് പോലെ ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ തന്നിഷ്ടക്കാരനാകും. മക്കളെ അമിതമായി ലാളിച്ചാൽ അവർ നിന്നെ ഭയപ്പെടുത്തും. ഒടുക്കം നീ ദുഃഖിച്ച് പല്ല് ഞെരിക്കും. മകന് യൗവനത്തിൽ അധികാരം നൽകുകയോ അവൻ്റെ തെറ്റുകൾ അവഗണിക്കുകയോ ചെയ്യരുത്. ചെറുപ്പത്തിലെ തന്നെ അവനെ വിനയം അഭ്യസിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ അവൻ അനുസരണമില്ലാത്ത നിർബന്ധ ബുദ്ധിയായി തീർന്ന് നിന്നെ ദുഃഖിപ്പിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നത്, പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവിക ശക്തിയുണ്ട്. ആ ദൈവിക നന്മകളെക്കുറിച്ച് മക്കൾക്ക് പകർന്നു കൊടുക്കുക. പ്രാർത്ഥിക്കേണ്ട രീതികൾ, അത് തീർച്ചയായിട്ടും അവരുടെ വിദ്യാഭ്യാസത്തോടൊപ്പം അവർക്ക് പകർന്നു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഭാവിയിൽ ഒരു നന്മയുണ്ടാകും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ദൈവം എന്താണെന്നോ ദൈവിക ചിന്തകൾ എന്താണെന്നോ ഇന്ന് വരെ ആർക്കും വ്യക്തമായി നിർവചിക്കാൻ പറ്റാത്തൊരു വിഷയമാണ്. എന്നാൽ ഓരോ മനുഷ്യരിലും അവർ വിശ്വസിക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യം നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുക. രോഗം പിടിപെടുന്നതിന് മുമ്പ് രോഗത്തെക്കുറിച്ച് ചിന്തിക്കുക. സമൃദ്ധിയുടെ കാലത്ത് വിശപ്പിനെക്കുറിച്ചും സമ്പത്ത് കാലത്ത് ദാരിദ്ര്യത്തെയും വറുതിയെയും കുറിച്ച് ചിന്തിക്കുക. ഇന്നത്തെ കാലത്ത്
അതായത് സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കുട്ടികളെയൊക്കെ ചിലപ്പോൾ കൂടെ നിർത്തി വളർത്താൻ സാധിക്കാത്ത ഒരുപാട് മാതാപിതാക്കന്മാരുണ്ട്. അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പരമാവധി കുട്ടികളെ സ്നേഹിക്കുക, പരമാവധി അവരെ മാറോട് ചേർത്ത്, നെഞ്ചോട് ചേർത്ത് ആലിംഗനം ചെയ്ത് വളർത്തുക. അവർക്ക് വേണ്ട പരിലാളനം, വേണ്ട വാത്സല്യമൊക്കെ കൊടുക്കുക. അമിതമായിട്ടുള്ള വാത്സല്യമല്ല, മിതമായ വാത്സല്യം. കാര്യം അവർ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹവും വാത്സല്യമൊക്കെ ഉണ്ട്, അത് നമ്മൾ കൊടുക്കുക അവർക്ക്. മാതാപിതാക്കളോടൊപ്പം നിർത്തി മക്കളെ വളർത്തുക, പഠിപ്പിക്കുക. പറ്റുമെങ്കിൽ മാതാപിതാക്കളുടെ കൺമുൻപിൽ തന്നെ അവർക്കൊരു ഭാവി ജീവിതവും ഒരുക്കി കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ എപ്പോഴും പരസ്പരം കാണാനും സഹായിക്കാനും ഒക്കെ സാധിക്കും. നമുക്കൊരാപത്ത് വരുമ്പോൾ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാവണം. അതല്ലേ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം. മക്കളൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലും മാതാപിതാക്കൾ നാട്ടിലെ വില കൂടിയ ഫ്ലാറ്റുകളിലും വില്ലകളിലും ബംഗ്ലാവുകളിലും സന്തോഷത്തോടെ ജീവിക്കുന്നു. ആവശ്യത്തിന് സമ്പത്ത്, മറ്റ് ജീവിത സാഹചര്യങ്ങൾ ഓക്കെ ആണല്ലേ? പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. എല്ലാം ഉള്ളിലൊതുക്കി മക്കളെ ഒന്നും അറിയിക്കാതെ അവരിങ്ങനെ ജീവിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക. എല്ലാവർക്കും നല്ല ജീവിതവും നന്മയും ദൈവാനുഗ്രഹമൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.